നമസ്കാരം. ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ TCV പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ തലമുറ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് വന്ധ്യത. ഇന്ന് ലൈഫ് ലൈനിൽ ചർച്ച ചെയ്യുന്നത് വന്ധ്യതയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കെയർ സെൻറ്ററിലെ കൺസൾട്ടൻറ്റ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ കൃഷ്ണൻകുട്ടി സാറാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം ലൈഫ് ലൈനിലേക്ക്. താങ്ക് യു ഡോക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ തലമുറ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് വന്ധ്യത, അല്ലേ? ഇപ്പോൾ പഴയ തലമുറയെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് വന്ധ്യതയുടെ നിരക്ക് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? തീർച്ചയായിട്ടും നമ്മൾ വന്ധ്യതയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ നമ്പർ കൂടിയിട്ടുണ്ട്. പണ്ട് ഇത് തോതിൽ തന്നെ ചിലപ്പോൾ വന്ധ്യത ഉണ്ടായിട്ടുണ്ടാവാം, അന്ന് പലരും ട്രീറ്റ്മെൻറ്റ് വരാറില്ല. പല കാരണങ്ങളെ കൊണ്ട് അവർ അജ്ഞത കൊണ്ടോ അവർക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ വശങ്ങളെ പറ്റി അറിയാത്തതുകൊണ്ടോ. എന്നാലും താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചൊരു 5 to 10% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്, കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ, ശരിക്കും ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇന്ന് വന്നിട്ടുണ്ട്. ഭക്ഷണ രീതിയിലാണെങ്കിലും മറ്റുള്ള ചേഞ്ചസ് ആണെങ്കിലും ഒരുപാടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരുപാട് അസുഖങ്ങളും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ശരിക്കും വന്ധ്യത. എൻവയറമെൻ്റൽ പൊല്യൂഷൻ, ഇൻക്രീസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കെമിക്കൽസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഈ പാടത്തും ബാക്കി സ്ഥലങ്ങളിലൊക്കെ കളിക്കുന്ന പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് മെയിൽ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ മെയിൽ ഹോർമോണിനെ ഫീമെയിൽ ഹോർമോണായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഹൈ റെസിഡ്യൂ പെസ്റ്റിസൈഡ്സ് വരെ ഉണ്ട്. ഇറ്റ് പ്രൊഡ്യൂസസ് ഇൻഫെർട്ടിലിറ്റി മെയിലിലും ഫീമെയിലിലും. ഇത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ, പിന്നെ ഈ ജങ്ക് ഫുഡ് ഫാസ്റ്റായിട്ട് പോയി കഴിച്ച് വരാൻ പറ്റുന്ന ഇതിലൊക്കെ സൂപ്പർ ഹീറ്റഡ് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള അത്, പിന്നെ പെട്ടെന്ന് നമുക്കിത് അവൈലബിൾ ആക്കാൻ വേണ്ടി ഇത് ഡു ഓൾ ട്രിക്സ്, മിക്സ് സോ മെനി തിങ്സ്, അത് വലിയൊരു ഇഷ്യൂ ആണ്. പിന്നെ ഇൻക്രീസ് സ്മോക്ക്, അത് വേറൊരു ടോപ്പിക്കായിട്ട് തന്നെ പറയാൻ വേണ്ടി സ്മോക്കിങ്ങും ലിക്കറിൻ്റെ ഇൻക്രീസ് യൂസും കൂടെ ഇതിൻ്റെ കൂടെ പോകുന്നു. ഇപ്പം നമ്മൾ വന്ധ്യത എന്ന് പറഞ്ഞു, ശരിക്കും എപ്പോഴാണ് വന്ധ്യത എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്? വന്ധ്യത എന്ന് പറയുന്ന ഒരു ആബ്സല്യൂട്ട് ടേമാണ്. പലപ്പോഴും താൽക്കാലികമായിട്ടുള്ളൊരു കണ്ടീഷൻ നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയാം. വന്ധ്യത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടൊരു റോങ് മീനിങ് കൺവേ ചെയ്യും. ഒരു താൽക്കാലികമായിട്ടുള്ള അവസ്ഥയായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത്. ഒരു കൊല്ലത്തിനകത്ത് ഹസ്ബൻഡും വൈഫും അൺഇൻറ്ററപ്റ്റഡ് ഇൻ്റർകോഴ്സ് ഉണ്ടാവുകയാണ്. ഒരു കെമിക്കൽ പെസ്റ്റ് ഇതൊന്നും യൂസ് ചെയ്യാണ്ട്, കോണ്ടോംസ് ഒന്നും യൂസ് ചെയ്യാണ്ട്, പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് ജീവിച്ചിട്ട് ഒരു കൊല്ലത്തിനകത്ത് ഏകദേശം ഒരു 85% കപ്പിളും പ്രഗ്നൻ്റ് ആവുന്നു. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും ഒരു 15% ബാക്കി വരുന്നത്. തേർഡ് ഇയർ ആകുമ്പോഴേക്കും ഏകദേശം ഒരു 8% 92% പേഷ്യൻസ് ആൾക്കാരും പ്രഗ്നൻ്റ് ആവും. ഇതിലിപ്പോൾ അവർ വല്ല കോണ്ടോംസോ തൽക്കാലം പ്ലാനിങ്ങിനോ ഒക്കെ വല്ല ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ വ്യത്യാസങ്ങൾ വരും. പലപ്പോഴും ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് എല്ലായിരിക്കും താമസിക്കുന്നത്. ആ ബുദ്ധിമുട്ടുകൊണ്ട് വെക്കേഷനിൽ മാത്രം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ 9 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ട് കൂട്ടി നോക്കിയപ്പോൾ 8 മാസമാണ് അവരാകെ ഉണ്ടായിട്ടുള്ള ഒരുമിച്ച്. അപ്പോൾ ദുബായ് സിൻഡ്രോം അതും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് അവിടെ പലരും. അതിന് പീപ്പിൾ ലിവിങ് എബ്രോഡ്. ഇതിൽ പലപ്പോഴും മോട് ചോദിച്ച ക്വസ്റ്റ്യനിൽ തന്നെ പലപ്പോഴും ഈ പേഷ്യൻസ്, ഒരു 35 വയസ്സായിട്ടുള്ളൊരു സ്ത്രീ കല്യാണം കഴിച്ചു, അവർക്ക് കുട്ടികളായിട്ടില്ല എന്ന് പറഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞിട്ട് തന്നെ വരികയാണെങ്കിലും I think you should start investigating. So it depends on what all factors, എന്തൊക്കെ കാരണം കൊണ്ടാണ് അവർ കൺസീവ് ചെയ്യാത്തത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ് കൺസേൺ ആണ്. ബിക്കോസ് ഒരു സിവിയർ എൻഡോമെട്രിയോസിസ് എന്ന കണ്ടീഷനുണ്ട്, ട്യൂബൽ ബ്ലോക്ക് ഉണ്ട്, ട്യൂബൽ ഇൻഫെക്ഷൻ ഉണ്ട്, പല ട്യൂമേഴ്സും ഉണ്ടാവാം. അതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കൊല്ലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് സ്റ്റാർട്ട് റിയാക്ടിങ്. ഇപ്പോൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് കാരണം എന്നുള്ളത് ആദ്യം നോക്കണം എന്നുള്ളത്. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മളൊരു കാരണമായി പറഞ്ഞു, അതുപോലെ തന്നെ സ്മോക്കിംഗ് എന്നുള്ളത് ഒരു കാരണമാണ്. ശരിക്കും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്? സ്ത്രീയുടെയും പുരുഷൻ്റെയും ഓരോരുത്തരെയും വെവ്വേറെ എടുത്ത് പറയാൻ വേണമെങ്കിൽ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ ഈ സെക്ഷലായിട്ടുള്ള പ്രോബ്ലം കൊണ്ട് ഇൻ്റർകോഴ്സ് ഉണ്ടാകാണ്ട് വി സി ഫ്രീക്വൻ്റ്ലി ഗേൾസ് ഹൂ നെവർ ഹാഡ് സെക്ഷൽ കണക്ഷൻ, ഐദർ ഡ്യൂ ടു ഹസ്ബൻഡിൻ്റെ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ വൈഫിൻ്റെ പ്രോബ്ലം കൊണ്ടോ. അപ്പോൾ ആ കുട്ടികൾ പിന്നെ ഇത് മടിച്ച് രണ്ടാമതും വരാൻ മടിച്ച് പലപ്പോഴും വരാതിരിക്കും. ഇനി ഹസ്ബൻഡിനെ ചെറിയ ആളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ വൈഫിനെ. അപ്പോൾ സെക്ഷൽ ശരിക്കുള്ള കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതിന് പല എക്സാമ്പിൾസും ഉണ്ടായിട്ടുണ്ട്. ഇത്രയോ കൊല്ലം കഴിഞ്ഞ് 8-10 കൊല്ലം കഴിഞ്ഞ്
റിപ്പോർട്ട് ചെയ്ത് അതിൽ നമ്മൾ വേണ്ടതൊക്കെ ചെയ്യുമ്പോൾ ശരിയാവുന്നുണ്ട്, വേണ്ടതൊക്കെ ചെയ്തിട്ടാവും, അപ്പോൾ ശരിയാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല, പറയാൻ മടിച്ചിട്ട്, അതൊരു കാരണം. പിന്നെ സ്ത്രീക്ക് അകത്തേക്ക് നമ്മൾ ഇതായി കഴിഞ്ഞാൽ വെജൈനൽ പാസേജിലെ മുറിവുകൾ, ഇൻഫെക്ഷൻസ് ഇതുകൊണ്ടൊക്കെ വരാം. യൂട്രസിൽ ഉണ്ടാവുന്ന ട്യൂമേഴ്സ് തൈറോയ്ഡ് കൊണ്ട് വരാം. ഫെലോപ്പിയൻ ട്യൂബിലുള്ള ഇൻഫ്ലമേഷൻ, അവിടെയുള്ള തടസ്സങ്ങളെ കൊണ്ട് വരാം. എൻഡോമെട്രിയോസിസ് എന്ന അസുഖമുണ്ട്. ഈ മെൻസസിൻ്റെ ബ്ലഡ് പുറത്ത് പോകുന്നത് അകത്തേക്ക് പോയിട്ട് അവിടെയെല്ലാം ചെറിയ സിമെൻറ്റിങ് സബ്സ്റ്റൻസ് ഒക്കെ വന്ന് ജോയിൻ ചെയ്തിട്ട് അവിടെയെല്ലാം ഒട്ടിപ്പിടിച്ച് ട്യൂബ് ബ്ലോക്ക് ആവുന്ന അവസ്ഥ. അപ്പോൾ ട്യൂബിൽ ബ്ലോക്ക്, ഈ ഇൻഫെക്ഷൻസ്, ഹസ്ബൻഡിനുള്ള വളരെ ലോ സ്പേം കൗണ്ട്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹയർ ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യണമെങ്കിൽ അതൊട്ടും മടിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു മാരേജിൻ്റെ ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ ഏജ് അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ കൂടുതലും ഒരു 26 അല്ലെങ്കിൽ 27 ആ ഒരു ഏജിലാണ് കൂടുതലും മാരേജ് നോക്കുന്നത് പഴയ കാലത്തിനെ അപേക്ഷിച്ച്. വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 ഇയേഴ്സ് മുതൽക്ക് തന്നെ പെൺകുട്ടികളുടെ ഓവുലേഷൻ ഇൻഡെക്സ് കുറഞ്ഞു വരികയാണ്. അതൊരു 35 ഒക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു പീക്കാവും. അപ്പോൾ ഈ 25 അതിൻ്റെ കുറേശ്ശെ റീപ്രൊഡക്ഷനിലുള്ള കപ്പാസിറ്റി, ഓവുലേഷൻ്റെ കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അറിഞ്ഞോ അറിയാതെ തന്നെ ഒരു നമ്മുടെ ഇൻഫെർട്ടിലിറ്റി വി ആർ ഇൻവൈറ്റിങ്. ആൻഡ് മാത്രമല്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്ലാനിങ് ആണെന്ന് പറയും. കല്യാണം കഴിഞ്ഞിട്ട് 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ വരിക പലപ്പോഴും. ഈ 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും അവർക്ക് ഉണ്ടാവുന്ന എഗ്ഗിൻ്റെ നമ്പർ, ക്വാളിറ്റി ഒക്കെ കുറഞ്ഞു വരും. പലപ്പോഴും നമുക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. ഒരു കുറച്ചും കൂടി പേര് നേരത്തെ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നോക്കും. ഓവറിയുടെ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് എക്സ് ആവറേജ് നമ്മളിപ്പോൾ ഒരു കാണുന്നതിലൊരു 10% കുട്ടികളിൽ പലപ്പോഴും അവർ ഓവറിയൻ റിസർവ് കുറഞ്ഞിട്ട് ഇനി നല്ല എഗ് അവർക്ക് ഉണ്ടാവാൻ കപ്പാസിറ്റി ഇല്ല എന്നുള്ള സ്റ്റേജിൽ ഇപ്പോൾ ധാരാളം കാണുന്നുണ്ട്. പണ്ട് നമ്മൾ ഈ ഫെലോപ്പിയൻ ട്യൂബ്സിലുള്ള അസുഖങ്ങളൊക്കെയാണ് അധികം കാണുന്നത്. ഇപ്പോൾ ഓവുലേഷൻ്റെ ഡിഫക്റ്റ് കൊണ്ട് ഒരു 30-40% ആളുകളിലും ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി കാരണമാണ്. കുറച്ചും കൂടി നേരത്തെ നമ്മൾ ആലോചിച്ചിരുന്നെങ്കിൽ ഇതിൽ കുറച്ചും കൂടി നന്നായിരുന്നു തോന്നാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിനെ നമ്മളൊന്ന് നോക്കുമ്പോൾ, അതായത് അല്ലെങ്കിൽ ഒന്ന് നമ്മൾ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും സെക്ഷൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നോക്കുമ്പോൾ തന്നെ ഈ ഡിഫിക്കൽട്ടി ഇൻ എക്സാമിനിങ് എനിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചോദിക്കും. അപ്പോൾ പലപ്പോഴും 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ കുട്ടികൾ നോർമലായിട്ടുള്ള സെക്ഷൽ റിലേഷൻ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. അതിലൊക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്ന ഒരു ഇഷ്യൂ ആണ്. അതിനുള്ള പുതിയ വഴികളും ഉണ്ട് പലതും. അപ്പോൾ എനിക്ക് ഇമ്മീഡിയറ്റ് ഹസ്ബൻഡാണെങ്കിൽ ഇറക്ഷൻ പ്രോബ്ലം ഉണ്ടാവും, പറയില്ല. അവർ ചിലപ്പോൾ വളരെ സീനിയറായിട്ടുള്ള ഒഫീഷ്യൽസ് ആയിരിക്കും വരുന്നത്. ഈ കുട്ടികളും വളരെ ഹൈ പൊസിഷനൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. പക്ഷേ ഇത് മാത്രം അവർക്ക് പറയാൻ മടി, കൺവേ ചെയ്തിട്ടുണ്ടാവില്ല. ഈവൻ ദോ ഈ സെഞ്ച്വറിയിലാണ് ജീവിക്കണമെങ്കിലും പലപ്പോഴും പറയുന്നില്ല. ഐ യൂസ് ടു ഫീൽ സോറി ഫോർ ദം ബിക്കോസ് എഗെയിൻ നമ്മളുടെ അടുത്ത് വന്ന് പോയിട്ടും പിന്നെ ഇത് കൊണ്ടു കിടക്കുക തന്നെയാണ്. അങ്ങനെ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് അറിയുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ മോളെ പിന്നെ കണ്ടില്ലല്ലോ, എന്താ ഉണ്ടായി ചോദിക്കും കേട്ടോ. അങ്ങനെ ലൊക്കേഷൻസ് ഉണ്ടാവും ഇടയ്ക്ക് കേട്ടോ. ഇപ്പോൾ ഡോക്ടർ ഓൾറെഡി സൂചിപ്പിച്ചു സ്മോക്കിംഗ്, അതുപോലെ തന്നെയാണ് ലിക്കർ. ഇത് രണ്ടും ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്? ഇത് സ്പേംസ്, ടൊബാക്കോ ഈസ് എ ബിഗ് പോയ്സൺ ഫോർ സ്പേംസ് ആസ് വെൽ ആസ് ഫോർ ഫീമെയിൽ. നമ്മുടെ നാട്ടിലുള്ള മറ്റേ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ധാരാളം ലേഡീസും സ്മോക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സിവിയർ ഗ്രോത്ത് റിട്ടാർഡേഷൻ, കുട്ടികൾക്കുള്ള മെൻ്റൽ ഈവൻ സൈക്കാട്രിക് പ്രോബ്ലംസ് ആർ ഓൾ ഹൈ ആൽക്കഹോളിക്സ് ആയിട്ടുള്ള മദേഴ്സിൻ്റെ ഇടയിൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളിസം വാട്ട് ഓൾ ഇറ്റ് കോസസ് ഇൻഫെർട്ടിലിറ്റി, ഈ ഫിനാൻഷ്യൽ ബർഡൻസ് ആസ് വെൽ ആസ് ഈ സ്പേം എല്ലാം കേൾ ചെയ്തിട്ട് അബ്നോർമൽ സ്പേംസായി മാറും. ടൊബാക്കോൻ്റെ പോയ്സണിങ് കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്പേം ബിക്കംസ് ലൈക്ക് എൻ ഓൾഡ് മാൻ ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഡിസ്ട്രോയിഡ്. അതിൻ്റെ മെംബ്രെയിനിൻ്റെ ചിലപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അതിൽ ചില എൻസൈം ആക്ഷനൊക്കെ വന്നിട്ട് ലൂസ് ദ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ബേബീസ്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് കൂടുതലും കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് PCOD. അതൊരു വലിയ ഇഷ്യൂ തന്നെയാണോ? അതെ, അത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഞാൻ ആവറേജ് ഐ മസ്റ്റ് ബി സീയിങ് ഒരു എവറി ഡേ ഒരു 5 to
10 വരെ PCOD പേഷ്യൻസിനെ കാണേണ്ട അവസരങ്ങൾ ഒരു മന്ത് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 50% ഓർ ഈവൻ 35% ഓവുലേഷനുള്ള പ്രോബ്ലം ഉണ്ടാക്കുന്നത് PCOD ആണ്. ഓക്കെ, ഇപ്പോൾ PCOD എന്ന് സാറ് പറഞ്ഞു, ശരിക്കും പലപ്പോഴും അല്ലെങ്കിൽ പലർക്കും അറിയാത്തൊരു സംഭവമാണ് വാട്ട് ഈസ് PCOD എന്നുള്ളത്. അതൊന്ന് പറഞ്ഞുതരും. പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്നാണ് ഈ PCODയുടെ ഫുൾ ഡെഫിനിഷൻ. ഒരു സ്ത്രീയിൽ നോർമലായിട്ട് എല്ലാ മാസവും എഗ്ഗ് ഉണ്ടാവുന്നുണ്ട്, വലുതാവുന്നുണ്ട്, പൊട്ടുണ്ട്. ഈ PCODയിലെ പേഷ്യൻസിന് ഒരു പകുതി വളർച്ചയായിട്ട് എഗ്ഗ് നിൽക്കുകയാണ്, പൊട്ടാതെ കത്ത് നിൽക്കുകയാണ്. കൂടുതൽ എഗ്ഗ് ഈ ആവരണം ചെയ്യുന്ന കവറിങ് ലെയറിൻ്റെ തിക്നെസ് കൂടിയിട്ട് അതിന് പുറത്തേക്ക് വരാൻ പറ്റാണ്ട് ഒരു ഹാഫ് ഗ്രോത്ത് ആയിട്ട് അതിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ചെയ്യാവുമ്പോൾ അതിൽ നിറച്ചിങ്ങനെ പകുതി ഗ്രോത്തായിട്ട് ഒരു മാല പോലെ യു വിൽ സി എഗ്സ്. അപ്പോൾ ഇതോടുകൂടി മെൻസ്ട്രൽ ചേഞ്ചസും ഉണ്ടാവണില്ല, മെൻസസും ഉണ്ടാവണില്ല. 2-3 മാസത്തിലൊക്കെ ഒരിക്കലൊക്കെയാണ് പീരീഡ് ആവുന്നത്. യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ ഉണ്ടാവേണ്ട വ്യത്യാസങ്ങളും ശരിക്കും നടക്കുന്നില്ല. യൂട്രസിലേക്കുള്ള ബ്ലഡ് സപ്ലൈയും ശരിയാവുന്നില്ല, അണ്ടോൽപാദനം ഉണ്ടാവില്ല. മാത്രമല്ല ഓവരുടെ അകത്തുനിന്ന് മെയിൽ ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതിന് കാരണം ഇൻസുലിൻ്റെ ലെവൽ കൂടും, ബോഡിയിൽ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കൂടും. പലപ്പോഴും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് ഡയബറ്റിസ് ഉണ്ടോ കുട്ടിയും ചോദിച്ചാൽ ഇൻവേരിയബിളി ഉണ്ടാവും. അപ്പോൾ ഫാദറിൻ്റെ ഒരു എക്സ് ക്രോമസോം വഴിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളുകളിലാണ് ഒരുപാട് പേരിലുണ്ടാകുന്നത്. നോർമലായിട്ട് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ വന്നു കഴിഞ്ഞാൽ അതിന് ബോഡിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കെമിക്കലായിട്ടൊരു പ്രോസസ്സുണ്ട് ഫോസ്ഫോറിലേഷനായിട്ട്. അതിലുള്ളൊരു ജനറ്റിക്കലായിട്ടുള്ള എൻകോഡിങ്ങിലെ ഡിഫറൻസ് കാരണം അതിൽ നോർമലായിട്ട് തൈറോസിൻ ഫോസ്ഫോറിലേഷൻ ഉണ്ട്, അതിന് പകരം സെറീൻ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. അതുകൊണ്ട് എഗ്ഗിൻ്റെ അവർ ചെയ്യുന്നതിന് ഇൻസുലിൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യും. ഈ ഇൻസുലിൻ കൂടുമ്പോൾ മെയിൽ ഹോർമോണും ആൻഡ്രോജനും കൂടും. അപ്പോൾ ഹെയർ ഫോളിക്കിൾസ് അധികം ഗ്രോ ചെയ്യും, ഹെയർ ഫാൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു വിഷ്യസ് ട്രയഡായിട്ട് മാറും. ബിക്കോസ് ഇൻഫെർട്ടിലിറ്റി ഓൺ വൺ സൈഡ് ആൻഡ് ഓവുലേഷൻ ഓൺ അനദർ സൈഡ്, പ്ലസ് കുട്ടിയുടെ അപ്പിയറൻസിനെ പറ്റി ഷീ ബിക്കംസ് ടു അവെയർ. ഇതിനൊരു മെയിൻ സൂപ്പർ ആഡഡ് ഒരു സംഗതിയുള്ള മെനി ഓഫ് ദീസ് ഗേൾസ് ആർ ഒബീസിറ്റി. അപ്പോൾ ഈ ഒബീസിറ്റി എഗെയിൻ ഈ ഒബീസ് ഫാറ്റി ടിഷ്യൂ ആക്സ് ആസ് എ സെക്കൻഡറി ഒരു എൻഡോക്രൈൻ ഓർഗൻ മാതിരി. അതിൽ ധാരാളം മെയിൽ ഹോർമോണായിട്ട് ഈ ഇൻസുലിൻ്റെ ഇഫക്റ്റോടുകൂടി അത് ആദ്യം ഉണ്ടാകുന്ന ഈസ്ട്രജനെ ആൻഡ്രോജനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതുകൊണ്ടുള്ള ഉപദ്രവം തുടങ്ങും. അപ്പോൾ പ്രൈം ഫാക്ടർ ഇതിൽ വരുന്നത് വെയ്റ്റ് റിഡക്ഷനാണ്. വെയ്റ്റ് റിഡക്ഷനോട് കൂടി ഒരു പ്രത്യേകിച്ച് വേറെ ട്രീറ്റ്മെൻറ്റോ ഒന്നും ഇല്ലാണ്ട് മെനി അതും കൺസീവ് വിത്തൗട്ട് വെരി എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്കിതിൻ്റെ വാക്കൻസി അറിയുന്നതുകൊണ്ട് ആ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ദേ ക്യാൻ ബി ഇഫക്റ്റീവ്ലി ട്രീറ്റഡ്. പക്ഷേ ഈ കുട്ടികൾക്ക് വായിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലിറ്ററേച്ചറിൽ വായിച്ചിട്ട് എല്ലാ നോളജും കിട്ടിയിട്ട് എന്തോ പുലിവാലാണെന്നുള്ള നിലയ്ക്ക് ദേ കം ആൻഡ് ദേ ക്യാൻ ബി ഇഫക്റ്റീവ്ലി ട്രീറ്റഡ് ഐദർ മെഡിക്കലി ഓർ സർജിക്കലി. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈ എഗ്സ് എല്ലാം ഇങ്ങനെ വലുതായി പകുതി വളർച്ചയായിട്ടുള്ള എഗ്ഗിൻ്റെ പുറത്തുള്ള തിക്നെസ് കുറച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവായിട്ട് അതിന് സെലക്റ്റീവ് ഓവേറിയൻ ഡ്രില്ലിംഗ് എന്ന് പറയും. അത് ചെയ്യുന്നത് അവർ ഹോർമോൺ ലെവൽ ചെക്ക് ചെയ്തിട്ടാണ്. അവർ LH എന്ന ബ്രെയിനിലുണ്ടാകുന്ന ഒരു ഹോർമോണ്ട് അതിൻ്റെ ലെവൽ വളരെ ഹൈ ആണെങ്കിൽ നമ്മൾ ഈ ഓവറിയൻ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്താൽ ഇറ്റ് ഈസ് ഇഫക്റ്റീവ്. പണ്ട് റുട്ടീനായിട്ട് പലർക്കും ഇങ്ങനെ ഓവറിയൻ ഡ്രില്ലിംഗ് ചെയ്തിരുന്നു. പക്ഷേ ഇറ്റ് ക്യാൻ ഡു ഹാം. ഇത് ഒരുപാട് അധികം ചെയ്ത് കഴിഞ്ഞാൽ ഓവറി ഫങ്ഷൻ ചെയ്യാണ്ടാവും. അപ്പോൾ ഈ പ്രൈമറി ആയിട്ട് തന്നെ ഓവറിയൻ ഒരു റിപ്രൊഡക്ഷൻ നിന്ന സ്റ്റേജിലേക്ക് പോകും. സോ വൺ ഹാസ് ടു ബി വെരി വെരി കോഷ്യസ്. സെലക്റ്റീവ്ലി ഓൺലി ഇറ്റ് ഷുഡ് ബി ഡൺ. മെഡിക്കൽ മെത്തേഡ്സ് ആയിട്ട് വളരെ ഇഫക്റ്റീവാണ്, അതാദ്യം ട്രൈ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സ്ത്രീകളിലുള്ള ഒരു PCODനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെ പുരുഷന്മാരിൽ വർക്കിൻ്റെ സ്ട്രെസ്സ് പലപ്പോഴും വളരെ കൂടുതലാണ്. അതുപോലെ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ആവാം. ഇത് ശരിക്കും ഇൻഫെർട്ടിലിറ്റിനെ എഫക്റ്റ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സെക്ഷൽ പെർഫോമൻസിനെയാണ് പലപ്പോഴും എഫക്റ്റ് ചെയ്യുന്നത്. ദേ ഡോണ്ട് ഗെറ്റ് ടൈം. രാത്രി മുഴുവൻ ഡ്യൂട്ടി ആയിരിക്കും, പകൽ വന്ന് ഉറങ്ങും. ഈ എസ്പെഷ്യലി കമ്പ്യൂട്ടർ ന്യൂവർ ടെക്നോളജീസിലൊക്കെ ഇപ്പോൾ യു ഗോ ടു സിറ്റീസ് മോസ്റ്റ് ഓഫ് ദം വിൽ ബി വർക്കിംഗ് അറ്റ് നൈറ്റ്. അപ്പം പിന്നെ ദേ ഫീൽ ടയർഡ് ആൻഡ് ദേ ഡോണ്ട് ഹാവ് സെക്ഷൽ റിലേഷൻ അഡിക്വേറ്റ്ലി പ്രോപ്പർലി. ഒരു ഹറിയിൽ if you try to have something done, it doesn't work at all. മനസ്സിലായാലേ? അതൊന്ന്.
പിന്നെ വർക്ക് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ബ്രെയിനിലെ ചില സബ്സ്റ്റൻസസ് ഉണ്ട്, ഓപ്പിയോയിഡ്സ് എന്ന് പറഞ്ഞ സംഗതികളാണ്. ഈ ഓപ്പിയോയിഡ്സിൻ്റെ ഫ്ലോ ഒക്കെ ഓൾട്ടർ ചെയ്യും. ഓപ്പിയോയിഡ്സിൻ്റെ ഫ്ലോ ഓൾട്ടർ ചെയ്യുന്ന പറഞ്ഞാൽ വ്യത്യാസം വരും. അതിൻ്റെ ഓപ്പിയോയിഡ്സിൻ്റെ ഫ്ലോ ആണ് അത് കൺട്രോൾ ചെയ്യുന്ന ഈ ഹോൾ ബ്രെയിൻ, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, ഇതിൻ്റെയൊക്കെ വർക്ക് കൺട്രോൾ ചെയ്യുന്ന ഓപ്പിയോയിഡ്സാണ്. അപ്പോൾ ഓപ്പിയോയിഡ്സിൻ്റെ ഫ്ലോ കൂടുമ്പോൾ, വ്യത്യാസം വരുമ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടും ബോഡിയിൽ. ദാറ്റ് ഓൾസോ ആക്ട്സ് ഈ പറഞ്ഞ വിഷ്യസ് സംഗതികളൊക്കെ ഉണ്ടാവും. ആണുങ്ങളാവുമ്പോൾ അവർക്ക് ദേ ഹാവ് മോർ ഹെയർ ലോസ്, ബോൾഡ്നെസ് ഉണ്ടാവും ഈ PCOD ആണുങ്ങളിൽ. പിന്നെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് കുറച്ച് ഈ പറഞ്ഞല്ലോ ഫിസിക്കലായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവാനൊക്കെ ഉള്ള പ്രോബ്ലംസ് ഒക്കെ കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ ഒരു മാരേജിന് ശേഷം ശരിക്കും ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടെന്ന് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ എപ്പോഴാണ് ശരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു സ്റ്റേജ് എന്നുള്ളത് നമ്മൾ എത്ര ഒരു ഗ്യാപ്പ് നമ്മൾ ചെക്ക് ചെയ്യണം? ഞാൻ പറയുന്നത് ഓരോ കൊല്ലം തോറും ഫെർട്ടിലിറ്റി ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയർ നിയർലി 85% കപ്പിൾ കൺസീവ് വിത്തൗട്ട് എനി കോൺട്രസെപ്ഷൻ. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്ക് നിയർലി 92% ഓഫ് ദം കൺസീവ്. തേർഡ് ഇയർലി ഇറ്റ്സ് ഓൺലി 8%. 3 years കഴിഞ്ഞിട്ടും നിങ്ങൾ കൺസീവ് ചെയ്തിട്ടില്ലെങ്കിൽ യു മസ്റ്റ് ഗോ ടു എ ടെർഷ്യറി സെൻറ്റർ ഇൻ ഇൻഫെർട്ടിലിറ്റി വെയർ എവറിത്തിങ് ക്യാൻ ബി ഡൺ. 3 കൊല്ലം കഴിഞ്ഞ് പിന്നെയും കളിപ്പിച്ചിട്ടാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്നത്. 7 കൊല്ലം 8 കൊല്ലം. ഐ ഹാവ് പേഷ്യൻസ് ഹു ഹാവ് കൺസീവ്ഡ് ആഫ്റ്റർ 30 years, 31 years, 25 years. ഇറ്റ് ഓൾ യൂഷ്വൽ. അപ്പോഴേക്ക് എന്താണ് ഇവർ ഓവറി ശരിക്കും ഉണ്ടാവുന്ന സൈക്കിളില്ലാണ്ടായി, നല്ല എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാണ്ടായി. ഐ വിൽ അഡ്വൈസ് എ കപ്പിൾ എന്തായാലും ഒരു 3 years ആയിട്ട് കൺസീവ് ചെയ്തിട്ടില്ലെങ്കിൽ ദേ മസ്റ്റ് ഗോ ഇൻ ഫോർ അഡ്വാൻസ് മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇഫ് നെസസറി ആഫ്റ്റർ തറോ കൺഫർമേഷൻ. മെയിൽ ഇൻഫെർട്ടിലിറ്റി കോ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു PCOD ഉള്ളൊരു പേഷ്യൻറ്റ് ഹസ്ബൻഡ് കൗണ്ട് വളരെ ലോ ആണ്, അങ്ങനെ കാണുകയൊക്കെ. അപ്പോൾ അത് ഇമ്മീഡിയറ്റായി റെസ്പോണ്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യണം. 2 ഫാക്ടേഴ്സും ആഡിങ് വൺ ടു അനദർ. അപ്പോൾ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ഇസ് റിക്വയർഡ്. ഇന്നത്തെ മെഡിക്കൽ സയൻസ് എന്നുള്ള ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ശരിക്കും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? നമ്മൾ ഐ സ്റ്റാർട്ടഡ് ഇൻട്രസ്റ്റ് ഫ്രം ഒരു 37-40 years മുമ്പ്. And all these medicines were not available in the market at all. I used to get it imported. I used to try and used to go and work in all best centers in the world. Whatever little I can learn പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. 1978 ശേഷമാണ് നമുക്ക് ഈ IVF-ൻ്റെ കാര്യങ്ങളൊക്കെ. എഡ്വേർഡ് എന്നൊരാൾ ഏകദേശം 20 years ഇംഗ്ലണ്ടിൽ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. 1978 ഒക്കെ ആവുമ്പോഴേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ഏകദേശം 3.5 million babies are born after using IVF ICSI. IVF എന്ന് പറഞ്ഞ മെത്തേഡാണ് ആദ്യം തുടങ്ങിയത്. ഫസ്റ്റ് IVF baby was born in the pregnancy occurred in the fallopian tube. അത് ഇംഗ്ലണ്ടിൽ നടക്കുന്ന അതേ സമയത്ത് കൽക്കട്ടയിൽ ഒരു ഡോക്ടർ ചക്രവർത്തി ഇതേ വർക്ക് ചെയ്തിട്ട് പ്രഗ്നൻസി വാസ് ദെയർ. അതിന് റെക്കഗ്നിഷൻ കിട്ടിയില്ല, അദ്ദേഹത്തിന് പ്രാന്താന്നൊക്കെ പറഞ്ഞ് ഹി കമ്മിറ്റ് സൂയിസൈഡ്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് ദിസ് പീപ്പിൾ എസ്റ്റാബ്ലിഷ് ഇനീഷ്യൽ പ്രഗ്നൻസി റേറ്റ് വാസ് ഓൺലി 5 to 10% maximum. And the acceptance by people was also comparatively less. റോമിലൊക്കെയാണ് അതുണ്ടായിരുന്നത് അധികം. അപ്പോൾ അവിടെയൊക്കെ റെസ്ട്രിക്റ്റീവ് ലോസ് ഒക്കെ ഉണ്ട്. വളരെ കുറച്ച് ആളുകളിൽ അത് ട്രൈ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ വി ഹാവ് എക്സലൻറ്റ് റിസൾട്ട്സ് ദീസ് പ്രോഗ്രാം ബിക്കോസ് എവറി ഡേ വി ആർ മാർച്ചിങ് എഹെഡ്. ഈ പുതിയ അറിവ് പ്രോട്ടിയോണിമിക്സ് എന്നൊക്കെ പറഞ്ഞ സെൽ ബയോളജി ഇതിലൊക്കെയുള്ള വർക്ക് ഈസ് എക്സ്റ്റെൻസീവ്. ബിക്കോസ് ദാറ്റ് വി ആർ ട്രൈങ് ഓൾ ദാറ്റ് വി ആർ ഇൻട്രൊഡ്യൂസിങ് ഓൾ ദോസ് മെത്തേഡ്സ് ടു ഇംപ്രൂവ് ദ റിസൾട്ട്സ്. അപ്പോൾ ഇപ്പം വി ആർ ട്രൈങ്, വി ആർ ഗെറ്റിംഗ് ഒരു ആവറേജ് 40 to 50% റിസൾട്ട്സ് നൗ, വിച്ച് വാസ് അൺതിങ്കബിൾ 30 years back. വി ആർ അഡ്വാൻസ്ഡ് എ ലോട്ട്. അത് ICSI എന്ന് പറഞ്ഞത് ഒരു സിംഗിൾ സ്പേം എടുത്ത് ഒരു 400 times മാഗ്നിഫിക്കേഷനിൽ ഒരു എഗ്ഗിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യണം. IVF എന്ന് പറയുന്നത് ഒരു പൂൾ ഓഫ് സ്പേംസിലേക്ക് നമ്മൾ എഗ്സ് ഇട്ടിട്ട് അത് സ്വന്തം ചോയ്സ് അനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പം ഇനി പുറത്തൊക്കെ കവചങ്ങളായിട്ടുള്ള ലെയേഴ്സ് കുറേ ഉണ്ട് എഗ്ഗിൻ്റെ പുറത്ത്. ഉലീമ മെംബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ അതിനെല്ലാം പെനിട്രേറ്റ് ചെയ്ത് എഗ്ഗ് പോകണില്ല പലപ്പോഴും. പുറത്തുനിന്ന് തന്നെ ഇറ്റ് ബിക്കംസ് ഡെഡ്, ഇറ്റ്സ് നോട്ട് എൻട്രി. അപ്പോൾ അതെല്ലാം നമ്മൾ പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് sperm is deposited right inside the egg. And you can see next day
അത് 2 ബ്ലാസ്റ്റോമിയർ ആവും, പിന്നെ 4 ബ്ലാസ്റ്റോമിയർ ആവും. ഈ ഉള്ളിലത്തെ സെല്ലിന് ബ്ലാസ്റ്റോമിയർ എന്നാണ് പറയുക. ഒരു 5 days വരെ ബ്ലാസ്റ്റോസിസ്റ്റ് വരെ അതിനെ ഗ്രോ ചെയ്യാം. നമുക്ക് ഇതിന് ബ്ലാസ്റ്റോസിസ്റ്റ് വരെ ഗ്രോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കഞ്ചനറ്റലായിട്ടുള്ള അബ്നോർമാലിറ്റി വല്ലതും വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിന് ഒരു സെല്ലെടുത്തിട്ട് ബയോപ്സി ചെയ്തിട്ട് അതിനെ സ്റ്റഡി ചെയ്യാം. എന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഡിസീസ് വല്ലതും ഉണ്ട് അറിയാം. അതിനിപ്പോൾ പണ്ടൊക്കെ 1-2 ജീൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു കമ്പാരിറ്റീവ് ജിനോമിക് ഹൈബ്രിഡൈസേഷൻ എന്നൊരു സംഗതി വന്നിട്ടുണ്ട്. അതിൽ എല്ലാ ക്രോമസോമും ചെക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റിനും നമുക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാം. പക്ഷേ ഇതിനൊരു സ്റ്റിഗ്മ ഉണ്ട്. എല്ലാ സെല്ലിലും ഈ പറഞ്ഞ അന്യൂപ്ലോയിഡിന്നോ തകരാറോ എല്ലാ സെല്ലിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ പെർട്ടിക്കുലർ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ള സെല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ എംബ്രിയോനെ ഡിസ്ട്രോയ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്ന എംബ്രിയോൻ്റെ നമ്പർ കുറയും. അങ്ങനെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ സെലക്റ്റഡ് ആയിട്ട് ഫാമിലി ഹിസ്റ്ററിയൊക്കെ റിപ്പീറ്റഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് പ്രഗ്നൻസി ലോസ് ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റഡി ബൈ കമ്പാരിറ്റീവ് ജിനോമിക് ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഡിസൈഡ് വെദർ യു ഷുഡ് ട്രാൻസ്ഫർ ഓർ നോട്ട്. ഇപ്പോൾ സർ ഓൾറെഡി IVF ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞു തന്നു. പക്ഷേ ഇത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്ര കാലം ശരിക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും? ഇത് വളരെ സിമ്പിളാണ്. എന്താ വെച്ചാൽ സിമ്പിൾ ഇൻ ദ സെൻസ് ഇറ്റ്സ് എൻ ഔട്ട് പേഷ്യൻറ്റ് പ്രൊസീജിയർ. യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ദ പേഷ്യൻ്റ് അഡ്മിറ്റഡ്. അവർ ഐഡിയ ഇസ് ടു പ്രൊഡ്യൂസ് ധാരാളം എഗ്സ് ഉണ്ടാവാൻ. ധാരാളം ഒരു എഗ്ഗിന് ഏറ്റവും നല്ല എഗ്ഗിൽ ഒരു 30% എഗ്സ് നല്ലതുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഐഡിയ ഇസ് ടു പ്രൊഡ്യൂസ് മോർ എഗ്സ്. അപ്പോൾ അവർക്ക് കൂടുതൽ എഗ്ഗ് ഉണ്ടാവാൻ വേണ്ടി ഇഞ്ചെക്ഷൻസ് കൊടുക്കും. അപ്പോൾ 8-10 എഗ്ഗ് കിട്ടി. ഒരു സ്ത്രീയുടെ പീരിയോഡിസിറ്റി ഓഫ് പ്രഗ്നൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 20% എത്ര നല്ല എഗ്ഗ് ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുള്ളൂ നോർമലായിട്ട്. ഇവിടെ നമ്മൾ കൂടുതൽ എഗ്സ് ഉണ്ടാക്കിയിട്ട് ആ എഗ്സിനെ പുറത്തേക്ക് സ്കാനിങ് മെഷീൻ്റെ ഹെൽപ്പോടുകൂടി, ഓപ്പറേറ്റ് ചെയ്യുകയൊന്നും വേണ്ട, സ്കാനിങ് മെഷീൻ്റെ ഹെൽപ്പോടുകൂടി വജായിനയിൽ തന്നെ എഗ്ഗിനെ എടുക്കാൻ പറ്റും. മെഷീൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അഡ്വാൻസ് മെഷീൻ. എന്നിട്ട് നമ്മളതിനെ അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്ത് വേറെ റൂമിലേക്ക് അപ്പം തന്നെ എഗ്ഗിനെ കൊടുക്കും. അപ്പോൾ തന്നെ മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്ത് നല്ല എഗ്ഗാണോ എന്ന് നമുക്ക് മനസ്സിലാക്കി അതിനെ മാറ്റി വയ്ക്കും. അങ്ങനെ ഒരു 8-10 എഗ്ഗ് ഓരോ സ്ത്രീകളുടെ ഇതൊന്നും നമുക്ക് ഈ പ്രൊസീജിയറിൽ കിട്ടുക അധികം പേർക്ക്. പക്ഷേ ഒരു 35 കഴിഞ്ഞവർക്കൊക്കെ ചിലപ്പോൾ 4-5 എഗ്ഗ് കിട്ടുള്ളൂ. അപ്പോൾ ആ എഗ്ഗിനെ എടുത്തിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഡെന്യൂഡ് ചെയ്തിട്ട് അതിനെ ഒരു ഫ്ലൂയിഡിൽ മീഡിയയിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എടുത്തിട്ട് ഓരോ എഗ്ഗിലേക്കും ഓരോ സ്പേം വീതം ഒരു 400 times മാഗ്നിഫിക്കേഷൻ, സാധാരണ മൈക്രോസ്കോപ്പ് 40 times ആണ്. 400 times മാഗ്നിഫിക്കേഷനിൽ ഓരോ എഗ്ഗിലേക്കും ഓരോ സ്പേം വീതം ഇഞ്ചെക്ട് ചെയ്യും. നമ്മളതിനെ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റും. ആദ്യത്തെ ദിവസം നോക്കുമ്പോൾ 2 പ്രോ ന്യൂക്ലിയസ് ഉള്ള സെല്ലായിരിക്കും. പിന്നെ 4 സെല്ലുള്ള ഭ്രൂണാവും, പിന്നെ 8 സെല്ലുള്ള ഭ്രൂണാവും. അങ്ങനെ 8 സെല്ലുള്ള ഭ്രൂണാവുമ്പോൾ നമുക്ക് വേണ്ടി ഒരു സെല്ലിനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ജനറ്റിക്കൽ സ്റ്റഡി ഓഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ മാത്രമല്ല ഇപ്പോൾ എഗ്ഗ് വെച്ചിട്ട് പിടിക്കുന്നില്ലേക്ക് അതിനിപ്പോൾ ഒരു നമുക്ക് എന്ന് പറഞ്ഞ പുതിയ ടെസ്റ്റ് വന്നിട്ടുണ്ട്. അതിലൊരു 282 ജീൻസിൻ്റെ എൻകോഡിങ് ശരിയായാലാണ് ഈ എംബ്രിയോട് പിടിക്കുന്നത്. അത് ചെക്ക് ചെയ്യാൻ ഞങ്ങൾ ഇനീഷ്യലി സ്പെയിനിലേക്കാണ് അയച്ചിരുന്നത് സാമ്പിള്. ഇപ്പോൾ ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ ഇന്ത്യ. അത് അയക്കുന്ന സെൻട്രലിലേക്ക് അയച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ എംബ്രിയോ വെച്ചാൽ പിടിക്കാനുള്ള സാധ്യത എങ്ങനെയുണ്ട് അറിയാം. ദാറ്റ്സ് അനദർ അഡ്വാൻസ്മെൻറ്റ്. പിന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർ DNA ഒരു മേക്കിംഗ് മോളിക്യൂൾസ് അതിന് ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാവും. പഴയ കാലത്തൊന്നും ഈ DNA ഫ്രാഗ്മെൻറ്റേഷനെ പറ്റി അത്ര അവയർനെസ് ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് നമ്മൾ വിചാരിക്കാറുണ്ട് ഒരു അബോർഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ബോത്ത് ഹസ്ബൻഡിനും വൈഫിനും കോൺട്രിബ്യൂഷൻ ഉണ്ട്. വി യൂസ് ടു ട്രീറ്റ് ദ മെയിൽ ഓൾസോ ആൻഡ് ഇറ്റ് യൂസ് ടു ഹാവ് ഇഫക്റ്റ്. പിന്നെ അബോർഷൻ ആവില്ല. 8-10 പ്രാവശ്യം പോയിട്ടുള്ളവർ കൂടി ഈ മെയിലിനെയും കൂടി സൈമൾട്ടേനിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അബോർഷൻ ആവില്ല. അതിന് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയും സബ്സ്റ്റൻസ് കൊടുത്തിട്ട് യു ക്യാൻ ട്രീറ്റ് ആൻഡ് അബോർഷൻ ഈസ് റെഡ്യൂസ്, പ്രഗ്നൻസി റേറ്റ് ഈസ് ഇംപ്രൂവ്ഡ്. ഇപ്പോൾ ഡോക്ടർ ഓൾറെഡി ഒരു ടെസ്റ്റിനെ പറ്റി പറഞ്ഞു ഇറ. ഇത് കൂടാതെ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമുക്കിതിനു വേണ്ടി ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് സാർ പ്രിഫർ ചെയ്യാറുള്ളത്? പിന്നെ നമ്മൾ ഇക്സി എന്ന് പറഞ്ഞ പ്രൊസീജിയർ കൂടാണ്ട് ഇംസി എന്നൊരു പ്രൊസീജിയറുണ്ട്. അതിൽ ഒരു 7000 times മാഗ്നിഫിക്കേഷൻ ചെയ്തിട്ട് സ്പേമിനെ നോക്കുകയാണ്. അപ്പോൾ അതിൽ സ്പേമിൽ ചെറിയ ഡിഫക്റ്റ് ഉണ്ടെങ്കിലോ ബാക്കുലേഷൻ ഉണ്ടെങ്കിലോ ഒക്കെ ആ സ്പേംസിനെ ഡിസ്കാർഡ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് സ്പേം വെച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്ത് നോക്കും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സ്പേംസ് ഒന്നും കാണില്ല. അപ്പോൾ നമുക്ക് അതിന് ഒരു ടീസ എന്നൊരു പ്രൊസീജിയറുണ്ട്. അതിലെടുത്തിട്ട് ചിലപ്പോൾ പോക്കറ്റ്സ് സ്പെർമാറ്റോജെൻസിസ് ചെറിയതായിട്ട് കാണും. അതിനെ ആ സ്പേംസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അത് 3-4 മാസം കൊടുക്കുമ്പോൾ കുറച്ചധികം സ്പേം ഉണ്ടാവും അതിൽ, ആ പോക്കറ്റിൽ മാത്രം, പുറത്തേക്ക് കിട്ടില്ല. അപ്പോൾ ആ സ്പേം എടുത്തിട്ട് നമുക്ക്
ഈ മൈക്രോ ടീസ് ആണ് പ്രൊസീജിയർ ഉണ്ട്. ഇത് ഡെവലപ്പ് ചെയ്യാം. വി ഹാഡ് എൻ്റെ മോൻ പോയിട്ട് സൗത്ത് അമേരിക്കയിൽ പോയി ട്രെയിനിങ് എടുത്ത് വന്നതാണ് മൈക്രോ ടീസയിൽ. അപ്പോൾ വി ഹാവ് ഫെസിലിറ്റീസ് ടു ഡു മൈക്രോ ടീസ ഓൾസോ. അത് ആണ് അനദർ പ്രൊസീജിയറുള്ളത്. So these are some of the advancement now recently, and it is still progressing with the knowledge of proteomics and all those things down. ഓക്കെ. ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് വരുന്ന ഒരു പേഷ്യൻ്റ് ചിലപ്പോൾ പല സ്ഥലത്തും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടായിരിക്കാം വരുന്നുണ്ടാവുക അല്ലേ? അതുപോലെ തന്നെ കുറേ നാൾ വെയിറ്റ്, ഇപ്പോൾ സാർ തന്നെ ഓൾറെഡി പറഞ്ഞൊരു 30 years ഒക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് വരണേ എന്നുള്ളതും, അതുപോലെ ശരിയല്ലാത്ത ചികിത്സാ രീതിയിലൂടെ പലപ്പോഴും പോയിട്ടുണ്ടായിരിക്കാം. ആയിരിക്കില്ല, അവരുടെ ഭാഗ്യം എങ്ങനെ ഒത്തു കിട്ടിയിട്ടാവില്ല. ആയിരിക്കാം. അപ്പോൾ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻ്റ്, എത്ര ശുഖാർത്തിയാണ് ഞാൻ പേഷ്യൻ്റ്, 3 പ്രാവശ്യം അമേരിക്കയിൽ നിന്ന് ഇക്സി ചെയ്യുന്നു, ശരിയാവണില്ല. ഷീസ് 39-40 years. അപ്പോൾ വന്നപ്പോൾ നമ്മൾ ചില റെയർ പോസിബിലിറ്റിയും കൂടി ആലോചിച്ചിട്ട് അതിനെയും കൂടി റിയാക്ട് ചെയ്ത് വർക്ക് ചെയ്തു. ഒരു പ്രാവശ്യം ഞങ്ങൾ ചെയ്തു, അപ്പോഴും ശരിയായില്ല. അപ്പോൾ അവർക്ക് പിന്നെയും ക്ഷമ ഉണ്ടായി, ഒരു പ്രാവശ്യം കൂടി നോക്കാൻ തോന്നുന്നു. അത് ശരിയായി. കുട്ടി നിഹാരിക എന്ന പേര് കുട്ടിയുടെ തോന്നുന്നു, വനിതയിൽ വന്നിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾ. ആ കുട്ടി വലുതായി മിടുക്കിയായിട്ടിരിക്കുന്നു. അപ്പോൾ അവർ ദേ ഡോണ്ട് മൈൻഡ് ടെലിങ് ഓൾ ദീസ് തിങ്സ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ദെയർ പെർമിഷൻ. അപ്പോൾ അവർ വലുതായി, കുട്ടി മിടുക്കിയായിരിക്കുന്നു. ഷീ വാസ് 40 when she delivered, and we got only one good egg in her case. അത് ഫെർട്ടിലൈസ് ചെയ്ത് she became pregnant. അപ്പോൾ ദേ ആർ നോട്ട് ഗിവിങ് അപ്പ്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു ബുക്ക്, ഇതിൻ്റെ ഇൻഫർമേഷൻ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ 8-10 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുള്ള പേഷ്യൻസ് എത്രയോ പേരുണ്ട്. ഇറ്റ് വേഴ്സ് അഗെയിൻ. അപ്പോൾ ഒരു പ്രാവശ്യം അവർ ശരിയായില്ല വെച്ചാൽ അത് ആ ക്ലസ്റ്റർ ഓഫ് എംബ്രിയോസോ എക്സോ നന്നായിരുന്നില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സ്റ്റിൽ ദേ ഹാവ് ചാൻസ്. അപ്പോൾ ഡോക്ടർ, നമ്മുടെ പേഷ്യൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് പറഞ്ഞുതരൂ? ടൈംലി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ, എല്ലാ മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഒക്കെ നെഗ്ലക്റ്റഡായി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനിലാണ് ഒരു 20-30% പേഷ്യൻസ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ഫീൽ സോറി ഫോർ ദം. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ഞങ്ങൾ, ഇഫ് ദേ ആർ റെഡി ടു ആക്സെപ്റ്റ് ഊസൈറ്റ് അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഒരു ഡോണറോ തരാൻ തയ്യാറാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്ത്രീ 42 വയസ്സായ 2 കുട്ടികളും ആക്സിഡൻറ്റിൽ മരിച്ചു, സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ട് ആ സ്ത്രീ. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഊസൈറ്റ് ഡൊണേഷൻ ഈസ് ഓൾസോ ഡൺ. അതിനുള്ള അറേഞ്ച്മെൻറ്റിൻ്റെ വി ആർ ഡൂയിങ്. ഇനിയിപ്പോൾ അവർ യൂട്രസ് കൊടുത്ത് കളഞ്ഞു ഇതിൻ്റെ കൂടെ. അപ്പോൾ അവരുടെ ഒരു സെറോഗേറ്റ് മദറെ കണ്ടുപിടിച്ചത് സെറോഗസി ഈസ് ഓൾസോ ഡൺ. അതിലും കുട്ടികളുണ്ടാവട്ടെ. സർ, ഇപ്പം നമ്മൾ പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു, ഇപ്പോൾ IVF ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ടെസ്റ്റുകൾ പറഞ്ഞു. എത്രത്തോളം കോസ്റ്റ്ലി ആണ് ശരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്? നോർമലായിട്ട് ഒരു ഇക്സി പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ ഉദ്ദേശം പേഷ്യൻ്റ് ഒരു 1.5 lakhs ചിലവാകും. നമുക്ക് ആ അതേ പേഷ്യൻ്റെ വയസ്സ് കുറച്ച് കൂടി അവർക്ക് മരുന്നുകൾ കൂടുതൽ വേണ്ടി വന്നു എങ്കിൽ ആ കോസ്റ്റ് കുറച്ചുകൂടി കൂടും. നമ്മൾ ഏറ്റവും നല്ല മരുന്നുകൾക്ക് പോയാലാണ് ഇത് വരുന്നത്. cheaper medicines are available in the market. If you go for that, ഒരു 20,000-30,000 rupees പെട്ടെന്ന് കുറയും ഇതിൽ. കാരണം if you go for cheaper, നമ്മൾ നല്ല മെഡിസിൻസ് യൂസ് ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാൻ മടി. പക്ഷേ there are a lot of places where they are doing that. നമ്മൾ when you get good results with good quality medicines which are made, നമ്മുടെ രാജ്യത്തിനോട് റെസ്പെക്റ്റ് ഇല്ലാണ്ടല്ല. they are coming either from United States, സ്വീഡൻ, ഇവിടെ നിന്നൊക്കെയുള്ള മെറ്റീരിയലാണ് നമ്മൾ വരുന്നത്. ഈവൻ ദ നീഡിൽ. അപ്പോൾ ഈ മെഡിസിൻസിനും ആ ഡിസ്പോസിബിൾസിനുമാണ് നമ്മൾ ചിലവാക്കുന്ന പൈസയിൽ ഒരു 80%-ലധികം ചിലവാകും. 75-80%. അപ്പോൾ കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ് ബൈ യൂസിങ് ലെസ്സർ മെഡിസിൻസ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ റീസ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട്. വി ഡോണ്ട് ഡു ദാറ്റ്. അതിലും നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം പേഷ്യൻറ്റിന് വേണമെങ്കിൽ. There is nothing wrong in doing that probably, but we don't venture to try that. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. അതുവരയ്ക്കും നന്ദി.